ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ്. ഹലോ. ഇന്ന് വിഷുവിന്റെ തലേദിവസമാണ്. ആൻഡ് ഞങ്ങള് വിഷുക്കണി ഒരുക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പൊ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും മേടിച്ചതൊക്കെ എടുത്തിട്ട് ഞങ്ങള് വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ 10:30 മണിയാവണു രാത്രി. ആൻഡ് കണ്ടോ, ഇവിടെ ഇങ്ങനെ എല്ലാം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നൊക്കെ ആയിട്ട് ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങണം. ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ രാവിലെ തൊട്ട് ഓൾമോസ്റ്റ് 10 മണി ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ കയറിയപ്പോൾ. രാവിലെ മുതൽക്ക് പുറത്തായിരുന്നു ഓരോരോ കാര്യങ്ങൾക്ക് അല്ലേ. അപ്പൊ അതെ, അരിയും എടുത്തു. പിന്നെ ഇനി എന്താ അടുക്കളയിൽ നിന്ന് എടുക്കാനുള്ള ഓക്കെ, ഓരോന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിഷുക്കണി ഒരുക്കാം. നിങ്ങളുടെയൊക്കെ വിഷു ഓൾറെഡി എന്താ പറയാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. നാട്ടിലിപ്പോ എല്ലാവരും തലേദിവസം പടക്കൊക്കെ പൊട്ടിച്ച് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഇനിയിപ്പോ വിഷുക്കണിയാണല്ലോ എനിക്കാണല്ലോ തയ്യാറെടുപ്പായിട്ടുണ്ടാവും. അത്രയും സമയം ഉണ്ടാവും നാട്ടില്. എനിക്കുള്ള സമയം 3:30 ആവാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വിഷുക്കണി ഒരുക്കി തുടങ്ങാം. നമ്മുടെ ഒരുവിധം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറച്ചൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ റെഡിമെയ്ഡ് കൊന്നപ്പൂവ്, ഇവിടെ ഇതൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളു. ഇതൊക്കെ ഇന്നലെ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ ഒരു മഞ്ഞപ്പട്ട് കൃഷ്ണന് വേണ്ടിയിട്ട്. പിന്നെന്താ, ഫ്രൂട്ട്സ് ഇവിടെ റെഡിയാണ്. ഇതൊക്കെ ലാസ്റ്റ് ടൈം മേടിച്ചതാണ് ഗുരുവായൂരിൽ. ഇന്നലെ നമുക്ക് കിട്ടിയതാണ് ഒരു കിരീടം. പക്ഷെ ഇത് കൊണ്ടുവന്നപ്പോ കുറച്ച് ചെറുതായി പോയി. ഇവിടെ ഓൾറെഡി ഒരു കിരീടം ഉണ്ട്. പക്ഷെ തൽക്കാലം എങ്ങനെ ഇരിക്കട്ടെ അല്ലേ. അപ്പൊ കണി ഒരുക്കുന്നത് കാണണ്ടേ? ഞങ്ങള് എത്ര ഒതുക്കിയിട്ടും മതിയാവണില്ല. അപ്പൊ തൽക്കാലം എൻ്റെ 3 കൃഷ്ണനുണ്ട്. ഇത് കുറേ വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ഉണ്ണിക്കണ്ണനാണ്. ഒരുവിധം കുറേ വർഷങ്ങളായിട്ട് ഈ ഉണ്ണിക്കണ്ണനെയാണ് നമ്മൾ കണി കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി കൃഷ്ണനുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞി കൃഷ്ണൻ. ഇതും ഗുരുവായൂരിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഗ്രന്ഥം, പിന്നെ എന്താ പറയുക, പുടവ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന, ഇതും കൂടി ഒന്ന് വെച്ച് സെറ്റാക്കണം. സോ ഫൈനലി കുറേ ഡിസ്കഷൻസിന് ശേഷം ഞങ്ങൾ കണിക്കൊന്ന ഇങ്ങനെ വെക്കാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് വിളക്കിൽ എണ്ണയും തീരിയൊക്കെ വെക്കണം. ആണ് കുറച്ച് വെള്ളം എടുത്തിട്ട് പോയതിൽ നമുക്ക് ഇതിലിങ്ങനെ സാധാരണ കിണ്ടിയാണ് വെക്കുക നാട്ടില്. നമ്മുടെ കയ്യിൽ ഇപ്പം അതില്ല. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, കാണാണ്ടോ എന്താന്ന് സംഭവം? നമ്മുടെ ഇന്ത്യൻ 10 രൂപി കോയിൻ ആണ്. പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എന്താ പറയാ കുറച്ച് മിനിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ബാക്കില് വൈഷ്ണോ ദേവിയുടെ ഇതാണ് എന്താ പറയാ ചിത്രം അല്ലെങ്കിൽ ഇമേജ് ആണ്. അപ്പൊ ഇതെന്റെ അച്ഛന്റെ സിസ്റ്റർ അവർക്ക് കിട്ടിയപ്പം അവരിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ അനിയത്തിക്കും ഒരെണ്ണം ഐ തിങ്ക് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ലക്കി ആണെന്നാണ് അവരുടെ ഒരു വിശ്വാസം. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമായിരിക്കും മിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് തന്നതാണ്. അപ്പൊ ഞാനിത് എപ്പോഴും സൂക്ഷിച്ച് എൻ്റെ പേഴ്സിൽ വെക്കാറുണ്ട്. സോ അതും ഇരിക്കട്ടെ. പിന്നെ ഇതൊരു ഗണപതിയുടെ ഒരു കോയിൻ പോലെയാണ്. ഇറ്റ്സ് നോട്ട് മീൻസ് മണി അല്ല, ഒരു കോയിന്. പിന്നെ ഇത് 20 റുപ്പീസിന്റെ കോയിൻ കണ്ടു കാണും. ഇന്ത്യയിൽ ഇപ്പൊ അതൊരു അൺകോമൺ അല്ല. എനിക്ക് കിട്ടിയപ്പോ ഞാനത് ചെലവാക്കാണ്ട് സൂക്ഷിച്ചു വെച്ചു ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ. അപ്പോൾ എന്താ പറയാ, UK കറൻസിയും ഇന്ത്യൻ കോയിൻസും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേ ഇത് ഇന്നലെ നമ്മൾ മേടിച്ചതാ. നല്ല ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. വെള്ളം നിറച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വരുമ്പോൾ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ കണ്ണ് തൊട്ടിട്ട് ഉറക്കം ഉണരാം. പിന്നെ ഇനി എന്താ, നമുക്ക് ബാക്കി തിരി വെക്കണം അല്ലേ. നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ
ഞങ്ങള് ബോംബെയിലാണല്ലോ, അപ്പൊ മിക്ക സമയത്തും നമ്മളുടെ എക്സാം തീരാ ഒന്നില്ലെങ്കിൽ ഏപ്രിൽ 12th, വെരി റെയർ ആണ് 11th ഒക്കെ തീർന്ന് കിട്ടും. അപ്പൊ നമുക്കാണെങ്കിൽ നാട്ടിലെത്തിയാൽ വേണം. മിക്ക സമയത്തും നമ്മൾ എക്സാക്ട് പരീക്ഷ തീർന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടാവുക നാട്ടിൽ. എന്നിട്ട് നാട്ടില് അന്നാണെങ്കിൽ ജയന്തി ചന്തേ 3 days എടുക്കും, ലൈക്ക് 2.5 ദിവസമൊക്കെ എടുക്കും നമുക്ക് എത്താൻ. 4:35 ആ സമയത്താണ് തൃശ്ശൂരില് നമ്മളുടെ ട്രെയിൻ എത്താൻ. എന്നിട്ട് നേരെ നമ്മളെ വീട്ടില് അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വിഷു കണി കാണാൻ. അവിടെ ഉള്ളവര് ഫസ്റ്റ് ചിലപ്പോൾ കണി കാണുന്നത് നമ്മളായിരിക്കും. ഐ മീൻ അഫ്കോഴ്സ് കണി കണ്ടതിന് ശേഷം. കഴിഞ്ഞ വിഷു നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് പേരിന് കണി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഞങ്ങളൊക്കെ പണ്ട് ഞാനൊക്കെ തിരക്കായിരിക്കും, പടക്കം പൊട്ടിക്കുന്ന തിരക്കിലായിരിക്കും. അതെ, നാട്ടിലാണെങ്കിൽ രസം. അപ്പൊ വിഷു കണിയൊക്കെ അമ്മയൊക്കെ വെക്കുക. അപ്പോ ഐ തിങ്ക് നമ്മുടെ വിഷു കണി ഈസ് ഫൈനലി റെഡി. എങ്ങനെയുണ്ട് കണ്ടിട്ട്? സൂപ്പർ സൂപ്പർ അല്ലേ? കഴിഞ്ഞ കൊല്ലത്തേക്കൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഐ തിങ്ക് പരമാവധി നമ്മള് എന്താ പറയാ, സംഘടിപ്പിക്കാൻ പറ്റാവുന്നതെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സന്തോഷല്ലേ, ഒരുമിച്ചിരുന്ന് ഇതൊക്കെ ചെയ്യുന്നതും. അപ്പൊ ഫൈനലി വിഷുക്കണിയൊക്കെ റെഡിയാക്കി. എത്ര മണിയായി മാളു? ഇപ്പൊ 11:30 മണിയായി. ഇനി ഞങ്ങൾ എന്തായാലും 3-3:30 എണിക്കുന്നില്ല. എന്താ ഉണ്ടാകാന്ന് വെച്ചാൽ 3:30 മണിക്കൊക്കെ എണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉറക്കം തൂങ്ങിയിട്ട് വീണ്ടും കുറച്ചേരം കൂടി ഉറങ്ങാന്ന് വിചാരിക്കും. പക്ഷെ അത് നേരെ ചിലപ്പോൾ 6:30-7 മണിയൊക്കെ ആവും. അച്ഛനോട് പോയി നമ്മൾ നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്നില്ലേ? ഇവിടെ അടുത്തൊരു രാധാകൃഷ്ണ ടെമ്പിൾ ഉണ്ട്. ഞങ്ങൾ പോണം എന്ന് വിചാരിക്കണു. എല്ലാവരും നേരത്തെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അവിടെ വിഷുക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷുക്കണി നാളെ കാലത്ത് 7:30 എല്ലാവരും വരും. അപ്പോൾ പറ്റുമെങ്കിൽ പോകണം. അപ്പൊ നമുക്ക് നാളെ രാവിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം കാണാം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഞങ്ങള് അധികം നേരത്തെ അല്ല, എന്നാലും എനിക്ക് കണിയൊക്കെ കണ്ടു. ഇപ്പൊ കൈനീട്ടൊക്കെ മേടിച്ചു. അമ്പലത്തിൽ പോക്ക് ഇന്ന് പറ്റുമോ നമുക്കറിയില്ല. എന്തായാലും ഇന്ന് വർക്കിംഗ് ഡേ എനിക്കില്ല, ഏട്ടനെ വർക്ക് ചെയ്യണം. അപ്പൊ ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ആ സമയമാകുമ്പോഴത്തേക്കും തിരിച്ചെത്തില്ല. കണി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചേരം കൂടി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉറങ്ങി, മാളു ഉറങ്ങിയില്ല. റൂമൊക്കെ ഒതുക്കിയിട്ട് ആളുവിൻ്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏറ്റു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പതുക്കെ ഇപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടി ഒരുവിധം കഴിഞ്ഞു. ഇവിടുത്തെ ലാസ്റ്റ് ഫൈനൽ പായസത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെച്ചത് കാണിച്ചു തരാം. കുറച്ച് റൈസും സാമ്പാർ, സ്റ്റൂ ഞാനുണ്ടാക്കി. അത് ഏട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. ഇത് അവിയൽ, ഇത് കൂട്ടുകറി. അവിയലും കൂട്ടുകറിയും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ വേണ്ടു. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും കുറേ ബാക്കിയാവും. പിന്നെ 3 നേരം 4 നേരം 2-3 ദിവസം അതുതന്നെ കഴിച്ച് നമ്മൾ മടുക്കും. കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ വരുന്ന സാറ്റർഡേ ഇവിടുത്തെ മലയാളി സമാജത്തിൻ്റെ വിഷു ആഘോഷമാണ്. അപ്പം അന്ന് എന്തായാലും ഗ്രാൻഡ് സദ്യ ഉണ്ട്, മാളുവിൻ്റെ ഡാൻസ് ഉണ്ട്, ഞങ്ങളുടെയൊക്കെ ഒരു ഭജന ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ആകെ 5-6 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും പിന്നാലെ ബിസിയാണ്. എക്സൈറ്റഡ് ആണ് അല്ലേ?
അതെ, അപ്പോൾ എന്തായാലും അടിപൊളി ഒരു കമ്മ്യൂണിറ്റി സദ്യ ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ ഏട്ടൻ്റെ കോള് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കി ഫുഡൊക്കെ റെഡിയാണ്. പായസം പിന്നെ അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ എൻ്റെ പായസപ്പണിയും കഴിയാറായി. ഒരു 2-3 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇവിടെ പപ്പടം മാത്രം ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി കച്ചി കഴിഞ്ഞു. മാള് ചെയ്യണ പരിപാടി കണ്ടോ, പായസത്തിലെ പാട മാത്രം എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുൾ ഫാറ്റ് മിൽക്കായതുകൊണ്ടേ നമ്മുടെ വർക്കിംഗ് ബോയ് എത്തി. ഇല വൃത്തിയാക്കുന്ന ഇല കട്ടിങ് പരിപാടി തുടങ്ങി. അതെ, നമുക്ക് ആദ്യം വിളക്കത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഫുഡ് കഴിക്കാം. ഫുഡെല്ലാം റെഡിയാണ്, പായസം മാത്രം ഒരു 2 മിനിറ്റ്സ് കൊണ്ട് അതും ആവും. എന്തൊക്കെയാ പായസം കഴിച്ചേ വിഷു ആയിട്ട്? പാലടിയോ? പടക്കം പൊട്ടിച്ചെന്നല്ലേ? ഞങ്ങള് വിളക്കത്ത് ഇല വെക്കുന്ന നേരം നാട്ടിൽ നിന്ന് ഫോണ് വന്നു. അവര് സദ്യയൊക്കെ ഉണ്ട്, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുക. അത്രയും സമയമായി. നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയി ആക്ച്വലി. ഇപ്പം 3 മണിയായി. 2:30 വരെ ആയിട്ടുള്ള കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി സദ്യ. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ വിഷു കണി ഒരുക്കി, രാവിലെ വിഷു കണി കാണുകയും ചെയ്തു, സദ്യ ഉണ്ടാക്കി. നമ്മളിപ്പോഴും പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഏട്ടനെ ലഞ്ച് കഴിഞ്ഞ ഉടനെ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് വിഷു സെലിബ്രേഷൻസ്. അപ്പോൾ നിങ്ങളും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോടൊത്ത് വിഷു ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ആൾ ഹാഡ് എ വണ്ടർഫുൾ ഫെസ്റ്റിവൽ. വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ ബൈ.